സാധാരണഗതിയിൽ അവിടെ മണല് മാറ്റി പൊഴി തുറന്നു വയ്ക്കുന്നെങ്കിലും മണൽ അവിടെ തന്നെ ഇടും. കാരണം കടല് ആ മണൽ ഒരുപക്ഷെ എടുത്തുകൊണ്ട് പോയി വേറൊരു സ്ഥലത്ത് കൊണ്ട് ഇട്ടാലും പിന്നീട് വീണ്ടും ഇവിടെ കൊണ്ടു കൂട്ടും. പിന്നീട് കടല് വേറൊരു ഇതുണ്ടാവും. അങ്ങനെയാണ് കടലിന്റെ ഒരു രീതിയും സ്വഭാവം എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷെ ഒരിക്കലും ആ മണല് അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയ ഇന്നുവരെ നടന്നിട്ടില്ല. ശാസ്ത്രീയമായിട്ടും നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള അറിവും പാരമ്പര്യവും ഒക്കെ വെച്ചിട്ട് അത് തീരദേശത്തിന് വലിയ അപകടമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഇന്നുവരെ ആരും ചെയ്തിട്ടില്ല. അങ്ങനെ മണൽ കൊണ്ടുപോകാൻ പരിശ്രമിച്ചപ്പോൾ പഞ്ചായത്ത് ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയാണ്. പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും ശരിയും തെറ്റുമായിട്ടൊക്കെ സ്റ്റോപ്പ് മെമ്മോകൾ കൊടുക്കാറുണ്ട്. അതിന്റെ ആദ്യത്തെ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണോ മണല് വരാനുള്ള അനുമതി കിട്ടിയിട്ടുള്ളത് അവർ ഹൈക്കോടതിയെ സമീപിക്കുകയോ സ്റ്റോപ്പ് മെമ്മോ ചലഞ്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഖനനം നമ്മളും ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ആ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് നാലാമത്തെ ദിവസം ജില്ലാ കളക്ടർ പ്രത്യേക ദൂതൻ മുഖേന ആ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുകയാണ്. കാരണം കാണിക്കൽ നോട്ടീസ് നിങ്ങൾ ആലോചിക്കണം. അവിടെ നിന്ന് അതിവ്യാപകമായി മണൽ റിമൂവ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അതിന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിന് ആ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്ത കാരണം കാണിക്കൽ നോട്ടീസ് നിങ്ങൾ വായിക്കണം. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ രൂക്ഷത കുറയ്ക്കുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 27/10/2018 നടന്ന അവലോകന യോഗത്തിന്റെയും പിന്നീട് നടന്ന തോട്ടപ്പള്ളി സ്പിൽവേ ചാനൽ സുഗമമായി ലഭിക്കുന്നതിന് വിഘാതമായി നിൽക്കുന്ന നീക്കം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. ആസന്നമായ കാലവർഷത്തിൽ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക സാധ്യത മുൻനിർത്തി പൊതുജന താല്പര്യം മുൻനിർത്തി നിലവിലെ COVID-19 രോഗവ്യാപന സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തോട്ടപ്പള്ളിയിലെ സുഗമമായ നീരൊഴുക്ക് ഉറപ്പുവരുത്തുന്നതിന് നടപടി സ്വീകരിക്കുവാൻ സർക്കാർ അടിയന്തര നിർദ്ദേശം നൽകിയിരുന്നു. 19/5/2020 കൂടിയ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗത്തിൽ പ്രവൃത്തി 2005 ദുരന്ത നിവാരണ അതോറിറ്റി അടിയന്തരമായി പൂർത്തീകരിക്കാൻ തീരുമാനിക്കുകയും ആയതിലേക്ക് വേണ്ട ഉത്തരവുകൾ ഇറിഗേഷൻ വകുപ്പിന് ഉൾപ്പെടെ നൽകിയതുമാണ്. തോട്ടപ്പള്ളി സ്പിൽവേ അഴിമുഖം വരെയുള്ള ലീഡിംഗ് ചാനൽ ആഴം കൂട്ടുന്നതിന്റെ ഭാഗമായി ഉണ്ടാക്കുന്ന മണലും പൊഴി മുറിക്കുമ്പോൾ ലഭിക്കുന്ന മണലും കൊണ്ടുപോകുന്നതിന് 31/5/2019 ജിയോ ഇന്ന നമ്പർ പ്രകാരം KMML സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു. 2003 ദുരന്ത നിവാരണ നിയമം 72-ാം വകുപ്പ് അനുസരിച്ച് ഈ ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം സ്വീകരിക്കുന്ന നടപടികൾ നിലവിലുള്ള മറ്റേതെങ്കിലും നിയമത്തിന് വിരുദ്ധമായിരുന്നതിനാലും ഈ ആക്ട് അനുസരിച്ച് സ്വീകരിക്കുന്ന നടപടികൾക്ക് നിയമപ്രാബല്യം ഉണ്ടായിരിക്കുന്നതുമാണ്. വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് മേൽപ്രവർത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നു വരുന്നതിനിടെ സർക്കാർ ഉത്തരവ് പ്രകാരം നടത്തിയിരുന്ന പ്രവർത്തികൾ നിർത്തിവെക്കാൻ ഇത്ര നമ്പറായി 1/6/2020 താങ്കൾ മാനേജിംഗ് ഡയറക്ടർ KMML ചവറയ്ക്ക് കത്ത് നൽകിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ദുരന്ത നിവാരണ നിയമപ്രകാരം സർക്കാർ ഉത്തരവുകൾക്ക് പ്രകാരവും നടത്തിവരുന്ന പ്രവർത്തികൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മേൽ കത്ത് നൽകിയത് ഏത് സാഹചര്യത്തിലും ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് എന്ന് താങ്കൾ വിശദീകരിക്കേണ്ടതാണ്. ഈ നോട്ടീസ് കൈപ്പറ്റി 3 ദിവസത്തിനകം ഒരു പഞ്ചായത്ത് സെക്രട്ടറി കൊടുക്കുന്ന നോട്ടീസാണ്. ഈ നോട്ടീസ് കൈപ്പറ്റി 3 ദിവസത്തിനകം താങ്കൾ മറുപടി ലഭിച്ചില്ല എങ്കിൽ താങ്കൾക്ക് യാതൊന്നും ബോധിപ്പിക്കാനില്ല എന്ന നിഗമനത്തിൽ 2005 ദുരന്ത നിവാരണ നിയമം വകുപ്പ് 5 പ്രകാരം സർക്കാർ ഉത്തരവുകൾക്കും പ്രവർത്തികൾക്കും ബോധപൂർവം തടസ്സം നിന്നു എന്ന നിഗമനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ആ പ്രദേശത്തെ ജനങ്ങളുടെ വികാരം മാനിച്ച് പഞ്ചായത്ത് എടുത്ത ഒരു തീരുമാനത്തെ ഒരു സർക്കാർ എങ്ങനെയാണ് പരാജയപ്പെടുത്തിയത്? 3-ാമത്തെ ദിവസം 1-ാം തീയതി നോട്ടീസ് കൊടുത്തു, 4-ാം തീയതി ദൂതൻ മുഖേന അക്നോളജ്മെന്റ് എഴുതി ഒപ്പിട്ട് മേടിച്ച കാരണം കാണിക്കൽ നോട്ടീസ്. സ്വാഭാവികമായിട്ടും ജില്ലാ കളക്ടറുടെ ഇതുപോലുള്ള കാരണം കാണിക്കൽ നോട്ടീസ് ആ സെക്രട്ടറി പിന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. പിന്നോട്ട് പോകാൻ തയ്യാറായി, പക്ഷേ ആ പഞ്ചായത്ത് അനുവദിച്ചില്ല. അപ്പൊ സെക്രട്ടറി ഞാൻ തടസ്സം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് കത്ത് മുഖാന്തരം അറിയിക്കുകയും പിന്നോക്കം പോവുകയും ചെയ്തു. അതിന് പിന്നാലെ അന്നത്തെ ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ കളക്ടർ മുമ്പാകെ ആ പഞ്ചായത്തിലെ 11 പേരും ഒപ്പിട്ട് പഞ്ചായത്തിന്റെ തീരുമാനം നൽകുകയാണ്. 11 പേരും ഒപ്പിട്ട് ഇത് മാറ്റുന്നതുകൊണ്ട് ഇവിടെ പ്രയാസമുണ്ടാകും, പ്രശ്നമുണ്ടാകും എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് 4 ദിവസത്തിനകത്ത് അല്ലെങ്കിൽ 3 ദിവസത്തിനകത്ത് ഈ തീരുമാനം മാറ്റിച്ചതെന്ന് ചോദിച്ചാൽ ഇതിന്റെ തൊട്ടു പിന്നാലെ പിന്നീട് സർക്കാർ ഏകപക്ഷീയമായി കരിമണൽ എടുക്കുന്നതിന് മുന്നോട്ട് പോവുകയാണെന്ന് മനസ്സിലായി. അങ്ങനെ വന്നപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ ഈ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുകയാണെങ്കിൽ ഹൈക്കോടതി മൈനിങ് നിർത്താൻ പറയും. കാരണം പഞ്ചായത്തിനാണ് അധികാരം. അതുകൊണ്ട് ഹൈക്കോടതിയിലെ കേസ് പരിഗണനയ്ക്ക് വരുന്നതിന് മുമ്പ് ഈ പഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോ സർക്കാർ ബലമായി സർക്കാരിന്റെ എല്ലാ അധികാരങ്ങളും ദുർവിനിയോഗം ചെയ്ത് ആ സെക്രട്ടറിയെ കൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ
മരവിപ്പിക്കുകയോ വിഡ്രോ ചെയ്യിപ്പിക്കുകയോ ചെയ്തു. എന്നിട്ട് ഹൈക്കോടതിയിൽ കേസ് വന്നു. ആ ഹൈക്കോടതിയുടെ കേസിൽ സർക്കാർ ഏകപക്ഷീയമായി ഈ മണൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി നിൽക്കുകയും അങ്ങനെ പഞ്ചായത്ത് നൽകിയ സ്റ്റോപ്പ് മെമ്മോ പരാജയപ്പെടുത്തി സ്റ്റോപ്പ് മെമ്മോ ജില്ലാ കളക്ടർ ഇടപെടലിലൂടെ മരവിപ്പിച്ച് മൈനിങ് മുന്നോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായി.